Hello, my dear students. Welcome to another class of sensation and responses. On the previous class, we have discussed about generation and transformation of impulses. Now, we have discussed about how these impulses transform to another neuron and to another neuron and finally covers all nervous system and reaches into brain. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ന്യൂറോണിലൂടെ എങ്ങനെയാണ് ഇലക്ട്രിക് ചാർജസ് ഓർ ദ ഇമ്പൾസസ് പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരൊറ്റ ന്യൂറോണിലൂടെ. എന്നാൽ ഈ നെർവസ് സിസ്റ്റം മൊത്തം ഈ മെസ്സേജസ് കവർ ചെയ്തിട്ട് വേണം അതെവിടെ എത്താനായിട്ട്, ബ്രെയിനിലേക്ക് ഈ മെസ്സേജസ് എത്തി നമുക്ക് റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂറോണിൽ ഉണ്ടായ മെസ്സേജസ് മറ്റൊരു ന്യൂറോണിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ മറ്റൊരു മസിലിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഗ്ലാൻഡിലേക്ക് എത്തുന്നത്, എന്നിട്ട് നമ്മുടെ ബോഡി മുഴുവനുള്ള നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ഈ മെസ്സേജസ് എത്തി ബ്രെയിനിലേക്ക് എത്തുന്നത്. ബ്രെയിനിലേക്കും എത്തിയിട്ട് എന്തുണ്ടാവണം, റെസ്പോൺസ് ഉണ്ടാവണം. അത് എങ്ങനെയെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരൊറ്റ ന്യൂറോണിലൂടെ എങ്ങനെ പോകുന്നു പഠിച്ചു. ഇനി ഇത് ഓരോന്നിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തണം, ബ്രെയിനിലേക്ക് എത്തണം. സോ അതാണ് നമുക്കിനി പഠിക്കേണ്ടത്. സോ നൗ വി ആർ മൂവിങ് ഓൺ അബൌട്ട് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ഒരു ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ന്യൂറോണിനും ഒരു മസിലിനും ഇടയിലുള്ള ഒരു ജംഗ്ഷനോ, അതുമല്ലെങ്കിൽ ഒരു ന്യൂറോണിനും മറ്റൊരു ഗ്ലാൻഡിനും ഇടയിലുള്ള ആ ഒരു വിടവ്, എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് or a neuron and a gland or a neuron and a muscle is known as a synapse. So consider it as a type of neuron. That means ഇതെന്ന് പറയുന്ന ഒരു സിനാപ്റ്റിക് നോബിൻ്റെ ഒരു പാർട്ടാണ് കാണിച്ചത്. അപ്പോൾ സിനാപ്റ്റിക് നോബ് ഇതാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം, ഇത് മൊത്തം ഒരു ന്യൂറോൺ, ഇവിടെ തൊട്ട് ഒരു ന്യൂറോൺ ഉണ്ടാവണം അല്ലേ. ഇവിടെ ഡെൻഡ്രൈറ്റ്, ഡെൻട്രോൺ, ഒരു സെല്ലുലാർ ബോഡി, ദെൻ പിന്നെ ആക്സോണൈറ്റ്, ദെൻ അതിൻ്റെ ടിപ്പ് പോർഷനായിട്ടുള്ള സിനാപ്റ്റിക് നോബ് ആണിത്. അപ്പോൾ ഇതൊരു ന്യൂറോണാണ്. ഈ ന്യൂറോണിലൂടെ ഇതിങ്ങനെ ആക്സോണൈറ്റിലൂടെ ഇലക്ട്രിക് ഇമ്പൾസസ് പാസ് ചെയ്ത് എവിടെ എത്തി നിൽക്കുകയാണ്, സിനാപ്റ്റിക് നോബിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സിനാപ്റ്റിക് നോബ്? ഇറ്റ് ക്യാൻ സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്നോട് ഡൗട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് യു മെൻ ബൈ എ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ അത് നമുക്ക് പറയേണ്ടത്, അത് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെയാണ്. ഈ സിനാപ്സിലാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അവിടെ ജസ്റ്റ് ആ ഫങ്ഷൻ മാത്രം പഠിക്കാനാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്. സോ നമുക്കറിയാം രണ്ട് എന്ത് വേണം, ഒരു ന്യൂറോൺ ഇവിടെ വേണം, മറ്റൊരു ന്യൂറോണോ ഒരു ഗ്ലാൻഡോ അതുമല്ലെങ്കിൽ ഒരു മസിലോ ഇവിടെ വേണം. എന്നാലാണ് ഇവ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ട്രിക് ഇമ്പൾസസ് ഈ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വാസ് ദ എൻഡ് പാർട്ട് ഓഫ് എ ന്യൂറോൺ. സിനാപ്റ്റിക് നോബ് ഈസ് എൻ എൻഡ് പാർട്ട് ഓഫ് എ ന്യൂറോൺ. ആൻഡ് നമുക്കറിയാം ഡെൻഡ്രൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസസ് എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടേക്കാണോ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രിക് ഇമ്പൾസസ് പാസ് ഔട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൻഡ്രൈറ്റ് ആയിരിക്കും. അപ്പോൾ ന്യൂറോണിൻ്റെ ആണെങ്കിൽ ദ എൻഡ് പാർട്ട് ഇസ് സിനാപ്റ്റിക് നോബ് ആൻഡ് ദ റിസീവിങ് പാർട്ട് ഇസ് ഡെൻഡ്രൈറ്റ്. സോ അപ്പോൾ അവർ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അവയിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. സോ ദീസ് ഇലക്ട്രിക് ഇമ്പൾസസ് വിച്ച് ഈസ് transmitted from an axon then to axonite and reaches into synaptic knob, and these synaptic knobs are secretes several chemical substances, that is neurotransmitter. Therefore examples for this neurotransmitters are acetylcholine and dopamine. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അസെറ്റൈൽ കോളമിനും അതുപോലെ തന്നെ ഡോപ്പമിനുമാണ് എന്തെന്ന് പറയുന്നത്, ഇതിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ. സോ വെൻ ഇലക്ട്രിക് ചാർജസ്, ദ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ആക്സോൺ ദെൻ റീച്ചസ് ഇൻ ടു ദ സിനാപ്റ്റിക് നോബ്. ദീസ് സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് സെവറൽ neurotransmitters, that is a chemical substance. These neurotransmitters stimulates adjacent part of dendrite of a cell and a new electric impulses are generated. That means
ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും, സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്യുമ്പോൾ ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോളമിനും ഡോപ്പമിനും, ദീസ് substances, the chemical substances, that means neurotransmitters, generate or stimulate the adjacent part of the or the adjacent dendrite of a cell. ഒരു അഡ്ജസൻ അടുത്ത് കിടക്കുന്ന ഏത് സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റ് ആണോ അതിനെ ഇവിടെ കിടക്കുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രിക് ഇമ്പൾസസ് നേരെ ഇവിടെ നിന്ന് എങ്ങോട്ടെത്തും, നേരെ ഇതിലൂടെ പാസ് ചെയ്ത് അടുത്ത ന്യൂറോണിൻ്റെ എന്തിലേക്കെത്തും, ഡെൻഡ്രൈറ്റ് പാർട്ടിലേക്ക് എത്തും. ദെൻ ഇവിടുന്ന് ഡെൻഡ്രൈറ്റിൽ നിന്ന് ഈ ഇലക്ട്രിക് ഇമ്പൾസസ് എങ്ങോട്ടെത്തും, ഡെൻട്രോൺ, ദെൻ ടു സെൽ ബോഡി ആൻഡ് ദെൻ ടു ആക്സോണൈറ്റ്, ദെൻ അനദർ സിനാപ്റ്റിക് നോബ്. പിന്നെയും അതുപോലെ തന്നെ എന്തുണ്ടാവും, ഈ സിനാപ്റ്റിക് നോബ് നെക്സ്റ്റ് ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് പോർഷനായിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഇവിടെ എന്തുണ്ടാക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കി ഇങ്ങനെ മൂവ് ചെയ്യും. സോ ഫൈനലി എന്ത് ചെയ്യും, ഇത് എവിടെ എത്തും, മൊത്തം നെർവസ് സിസ്റ്റത്തിനെ കവർ ചെയ്ത് എവിടേക്ക് എത്തും, ബ്രെയിനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ദിസ് സിനാപ്സിസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസസിൻ്റെ ഡയറക്ഷനും സ്പീഡും റെഗുലേറ്റ് ചെയ്യലാണ് ആരുടെ ഫങ്ഷൻ, സിനാപ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ or a neuron and a gland. When the electric impulses from axon is reaches to synaptic knob, this synaptic knob secretes some chemical substance like neurotransmitters. The example for neurotransmitters are acetylcholine and dopamine. Then these acetylcholine or the dopamine are stimulates the adjacent dendrite of a cell. Then these electric impulses are generated. So what is the function of synapse? Synapse can regulate the speed and direction of impulses. These are the different type of nerve, that means synapses, that is nerve cell, muscle cell and a glandular cell. So this is the junction between a neuron and a neuron, that is സിനാപ്സ്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, സിനാപ്സ് ഉണ്ടാവുക. കാരണം ഈ ന്യൂറോണിനെയും മറ്റൊരു ന്യൂറോണിനെയും എന്ത് ചെയ്യും, കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആയിരിക്കും ന്യൂറോൺ ഉണ്ടായിരിക്കുക, സിനാപ്സ് ഉണ്ടായിരിക്കുക. ദെൻ ഇവിടെ ആയിരിക്കും സിനാപ്സ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ മസിൽ ആൻഡ് ദിസ് വൺ ഈസ് എ ന്യൂറോൺ ആൻഡ് ദിസ് വൺ ഈസ് എ ഗ്ലാൻഡ് ആൻഡ് ദിസ് വൺ ഈസ് എ ന്യൂറോൺ. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. There are two different types of neurons on the basis of direction of impulses. ഇമ്പൾസസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് രണ്ട് തരത്തിലുള്ള ന്യൂറോൺസ് ആണുള്ളത്. ദാറ്റ് വൺ ഈസ് സെൻസറി ന്യൂറോൺ ആൻഡ് അനദർ വൺ ഈസ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓർ ഫോംഡ് ബൈ സെൻസറി നെർവ് ഫൈബേഴ്സ്. So sensory neuron or the nerve is formed by or composed by sensory nerve fibers. ദെൻ ഇത് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ, സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. അതായത് മറ്റുള്ള നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇമ്പൾസസ് മെസ്സേജസ് എവിടേക്ക് എത്തിക്കുകയാണ്, മസ്തിഷ്കം ദാറ്റ് മീൻസ് ബ്രെയിനിലും അതുപോലെ സ്പൈനൽ കോഡിലേക്കും എത്തിക്കുകയാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, സെൻസറി നെർവിൻ്റെ ഫങ്ഷൻ. സോ സെൻസറി ന്യൂറോണും അതുപോലെ തന്നെ മോട്ടോ ന്യൂറോൺ, ദർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഓൺ ദ ബേസിസ് ഓഫ് ദ impulses, the direction of impulses. Then sensory nerve is composed by the sensory nerve fibers and the function is it carries impulses from various parts of the body to the brain and spinal cord. And another one is motor nerve. So simply it is formed by motor nerve fibers and its function is just opposite to the sensory nerve. That means it carries impulses from brain and spinal cord and to the various parts of the body. That means for example the message is like to hear. അപ്പോൾ ഈ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഹിയറിംഗ് ആണ്. ആ ഹിയറിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് നമ്മൾ ഈ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഹിയറിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഏത് ബോഡി പാർട്ടിലേക്കായിരിക്കും ഇത് എത്തേണ്ടത്,
ചെവിയിലേക്കാണ് ഇത് എത്തേണ്ടത്. അപ്പോൾ അവ തമ്മിൽ ഈ ഇമ്പൾസസ്, ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട ആ ഇമ്പൾസസ് നേരെ നമ്മുടെ ശരീരത്തിൻ്റെ എവിടേക്ക് എത്തും? ചെവിയിലേക്ക്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ഹിയറിങ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് കേട്ടതായിരിക്കാം, അപ്പോൾ ചെവിയിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ അതിന് സഹായിക്കുന്നത് ആരാണ്? ഈ മോട്ടോ നെർവ്സ് ആണ്. സോ മോട്ടോ നെർവ്സ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം the brain and spinal cord to the various parts of the body. And another one is mixed nerve. ഇത് രണ്ടിൻ്റെയും, സെൻസറി നെർവിൻ്റെയും മോട്ടോ നെർവിൻ്റെയും മിക്സഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോംഡ് ബൈ സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോ നെർവ് ഫൈബേഴ്സ്. അപ്പോൾ ഇത് പറയുന്നത്, ഇത് രണ്ടും, ഈ സെൻസറി നെർവ് ചെയ്യുന്നതും ഒപ്പം മോട്ടോ നെർവ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്? മിക്സഡ് നെർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. വാട്ട് യു മീൻ ബൈ ടു ആൻഡ് ഫ്രം? ഈ ടു ആൻഡ് ഫ്രം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തേക്കും, അതായത് ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസ് ശരീരത്തിൻ്റെ, അതായത് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം ബോഡി പാർട്സിൽ നിന്നുള്ള മെസ്സേജസ് എവിടേക്ക് എത്തുന്നുണ്ട്? ബ്രെയിനിലേക്കും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലേക്കും എത്തുന്നുണ്ട്. ഇതാണ്, ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് നെർവ്സ്, ദാറ്റ് ഈസ് സെൻസറി നെർവ്, മോട്ടോ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ്. And please subscribe and share it. Thank you.